എന്നാ ചായ. പോൻ പത്രം നോക്കണേ കണ്ടാതൊന്നും മലയാളം അസലായിട്ട് അറിയാന്ന്. ചിത്രം നോക്കാൻ മലയാളം അറിയണോ അല്ലേ? കടി എന്താല്ലേ? ഉറുമ്പുകടി, മൂട്ടക്കടി, കൊതുകടി. ഇതിലേത് കടിയാ വേണ്ട? ഇന്നിപ്പോ ഇവിടെ ചായെങ്കിലുണ്ട്, നാളെ അതും ഉണ്ടാവില്ല. ആണ്ട് ഞാൻ എപ്പടി നിർത്താടോ? ചായ കച്ചവടം നിർത്തിയേ? ആ, ചായ കച്ചവടം നടത്തിയിട്ട് നമ്മക്ക് വല്ല മെച്ചം വേണ്ടേ? ഞമ്മളെ ജീവിതം ഇതുമലാണെന്ന് നാട്ടുകാർക്ക് വല്ല വിചാരം ഉണ്ടാവും. ഓരോരുത്തര് പള്ളം നിറച്ചു നക്കിയിട്ട് ഒരു ചോദ്യ, എത്ര ആയി കാക്കേ? 14.50. എന്നാ ഞമ്മക്കത് പിന്നെ എടുക്കട്ടോ കാക്കേന്ന് പറഞ്ഞ് ഓനങ്ങോട്ട് ഇറങ്ങി. ഓരോ മനുഷ്യന്മാരെ സ്ഥിതിയെ അങ്ങനെയുള്ള ആളുകൾക്ക് ചായ കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചൂടെ സുലൈമാനെ? ചായ ഈ കുതിരച്ചല്ലേ പള്ളെ കൊടാനി കൊമ്പ കൂട്ടിച്ചാട് ബന്നേനെ കാട്ടി ഒരു മുറുക്കൂടിയും കുടിച്ചാൽ അത് കാട്ട്. ചേക്കോ, ഞാനൊരു കാര്യം പറഞ്ഞ അന്നെ പുകച്ചു പറയാൻ തോന്നോ? ഇല്ല. എന്നാ കേട്ടോ, ഇവിടെ ചായ കുടിച്ചിട്ട് കായ് തരാതെ പോണ 2 മനുഷ്യന്മാരുള്ളത്. അതിലൊന്ന് ഇജ്ജാടോ. ഈ സുലൈമാൻ ഒരു തമാശ കേട്ട ഞാനൊരു തല്ല്. വിട്ടുക്ക്. ഇപ്പൊ നിങ്ങൾ രണ്ടാളും തുടങ്ങിയല്ലേ, ഇനിയിപ്പൊ നിങ്ങളെല്ലാം മതിയല്ലോ. ഞങ്ങളാട്ടെ ഇറങ്ങാം. ഞങ്ങളിറങ്ങട്ടെ. അപ്പോളേ ഞാനിതൊക്കെ പറഞ്ഞത് അനക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതാം. അപ്പോ അനക്ക് തോന്നി വേറെ ആരെയും കുറിച്ച് പറയാണെന്ന്. ഇതാടോ മനുഷ്യന്മാരുടെ കാര്യം. സ്വന്തം കുറ്റം ആരും കാണൂല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ പുട്ടും പറവും പൊറാട്ടയും മുട്ടക്കറിയും ഒക്കെ ഉണ്ട്. എടെ ഉള്ളിലാ വെച്ച് നേരത്തെ പറയണ്ടെന്നാല്. ഇന്റെ റബ്ബേ, സുലൈമാനോടാ എന്റെ കളി. ഞാനാരാ മോൻ? അന്യ പുരുഷന്മാരെ മുമ്പിൽ അവരത്ത് വെളിവാക്കാൻ പറ്റൂടോ? ഇജ്ജെടുക്കാണ് ചേക്കോ ഈ പാഞ്ഞത്? ഇതൊന്നും അനക്ക് തരൂലെന്നാ പറഞ്ഞത്. തരൂലെങ്കിൽ വേണ്ട, അനക്കൊരു കച്ചവടം നടന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് ചായ കുടിച്ചിന്. അനക്ക് കച്ചവടം വേണ്ടെങ്കിൽ വേണ്ട. ഈ കച്ചവടം പൊളിച്ചിട്ട് എന്റെ അടുത്ത് പേരരുത്. അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. പോയി ഇതൊന്ന് മാങ്ങാണെങ്കിൽ മാങ്ങി കൊറേ നേരം ഇതും കൊണ്ട് നടക്കണ്. നിങ്ങക്ക് ദീർഘായുസ കാക്ക. നിങ്ങള് കാര്യം പറഞ്ഞ് നാവ് അങ്ങ് എടുത്തില്ലേ? ബഗണ്ട ആട്ട് എടുത്താളാ. എപ്പോഴാ സുലൈമാൻ നമ്മളെ അന്ത്രുക്കാനെ പറ്റി പറഞ്ഞത്? ഞാൻ നേരത്തെ 2 ആളെ കാര്യം പറഞ്ഞില്ലേ, അതിലൊന്ന് ഇജ്ജ്. ഒന്ന് ഞമ്മളെ അന്തർകാക്കടോ. സുലൈമാനെ ദീർഘായുസ്. സുലൈമാനെ, ഇത് നല്ല കടുപ്പത്തിലൊരു ചായ അങ്ങോട്ട് എടുക്ക്. വേഗം കൊണ്ടുവര്. ഏത് നേരം ഇവിടെ തൊള്ളിയും കാശി ഇങ്ങനെ ഒരു ഏർപ്പാട് പോകാനില്ലേ? ഉണ്ടാക്കി നിങ്ങൾ ആളെ നോക്കി പേടിപ്പിച്ചിന്. എസ്കര എടുക്കുക വേറെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കും. എടോ, ഈ ചെറുപ്പകാലത്ത് വല്ലതും ചെയ്തതേ ബാക്കി ഉണ്ടാവുള്ളൂ. വല്ലതും ചെയ്തതേ ബാക്കി ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ ഓർമ്മ ഉണ്ടോ? 921 ഇതുപോലെ പട്ടാളിറങ്ങിയ കഥ. 21 പട്ടാളിറങ്ങിയ കഥ. അന്ന് ഞമ്മൾക്ക് വയസ്സ് 11. അന്ന് പൂക്കോട്ടൂരും താനൂരും തിരൂരങ്ങാടിയിലും ലഹളക്കാര് പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടി. ഒളിപ്പോരിൽ 31 ആളുകൾ ചെയ്താണ്. അതിലൊന്ന് നിങ്ങളെ വാപ്പി. തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് പഴിഞ്ഞപ്പോ നിങ്ങൾ ഹൗസിൽ ചാടി വെള്ളം കുടിച്ച് ബോധം കെട്ട കഥ മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഥ വരെ 2000 വട്ടം പറഞ്ഞില്ല കാക്ക. നിങ്ങൾ ഇവിടെ വെച്ച് ഞാൻ ഒന്ന് മുണ്ടാന്ന് മനസ്സിന് സ്വാഗതം തരുമോ? സുലൈമാനെ, ഒരു നീന്തലാക്കി എടുത്തടി തന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റി. അതിന്റെ പൈസ ഞാൻ തരാം. എന്നിട്ട് വേണം അതിന്റെ കായ് വെറുതെ കളയാ. ഇതാ കാക്ക ചായ. എപ്പൊ നോക്കിയാലും എഴുത്തുന്നില്ല കഥ. ഞാനായിട്ട് നാടുള്ളിൽ ചവിട്ട. അല്ല, കടിയൊന്നുമില്ലേ? ഒരു 2 മണിക്കൂർ ഇരിക്കി, ഇപ്പൊ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, 2 മണിക്കൂർ ഇരിക്കേ. നല്ല കോളായി പോയി. വേറെ പണിയാവില്ല. എല്ലാരും വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. രൂപയെ നിക്കേച്ച് ഇങ്ങോട്ട് ഇറങ്ങി 4 കട്ടിപ്പത്തിരിയും കൂട്ടി ഒരു ഗ്ലാസ് കാലിചായ കുടിച്ചാ
പിന്നെ 8 മണിക്കാ പൊട്ടുവൻ നീന്തവായും കുഴച്ച് തിന്നത്. പൊട്ടുവൻ നീന്തവായോ കുഴച്ചു തിന്നത്. വേന എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കില്ലേ പോലീസേ? കേട്ട്. നാ മറുപടി പറയാലേ. പൊട്ടുവൻ നീന്തവായോ കുഴച്ച് തിന്നത്. രണ്ടാളും പറ. പൊട്ടുവൻ നീന്തവായോ കുഴച്ചു തിന്നത്. ഉണ്ടും ചോനെ ഇങ്ങനെ മാണോ സുലൈമാനെ? ഇത് കുട്ടി പോലീസേ പോകണ്ടായിരുന്നു. ആരും ഞങ്ങളെ ചായ ആന്റി ചേട്ടാജിനോട് ഇനി വൈദ്യാനൊന്ന് കണ്ടീനി. എന്തപ്പത്? അല്ല വെസ്പ് ഉണ്ടാകാൻ പറ്റിയ വല്ല ലേഖോ അരിഷ്ടോ ഗുളിയെന്നുണ്ടോന്ന് അന്വേഷിച്ചു നോക്കാൻ ഇനി. ഉന്മന്റെ കെണിയാണെന്ന്. ഉസ്മാന്റെ കെണിയോ? ഉസ്മാൻ അല്ലടോ ഉന്മന് പള്ളയിലുണ്ടാവണേ. എന്താണ് ആടുകൾക്ക് പള്ളയിലുണ്ടോ? ഞാൻ കേട്ടില്ല കേട്ടോ. ഈ ഇംഗ്ലീഷിനോട് ഞാൻ കുടുങ്ങിയതോ പഠിച്ചോനെ. അന്ന ഞാൻ ഇതാ കാക്കങ്ങളെ വടി. തുടങ്ങിയ സുലൈമാനെ എല്ലാക്കെ വടി ഒറ്റ ഒന്നിന് ഫോട്ടോ കാക്കേ ബുദ്ധിയില്ലാത്ത ഓ എന്തെങ്കിലും ചെയ്യുന്നതിന് വിവരമില്ലാത്ത നിങ്ങൾ എന്തിനാ ചൂടാവണെന്ന്? അല്ല ഞാൻ അറിഞ്ഞിണ്ട്. അല്ലേ അവന്റെ മജ്ജത്ത് ഞാൻ പറഞ്ഞ് എടുക്കൂലേനോ? ആ വയ്യനോടുള്ളതിന്റെ പൗതി സ്നേഹമെങ്കിലും എന്നോടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയി പോലെ നിണ്ടി പാത്തു. വെറുതെ എങ്ങനെ കുത്തിരിക്കും? ഒന്നും ഇറങ്ങിപ്പോയി കാണി. അമ്മ അതിനത്ര ആയപ്പോ അവൻ അറിയുന്നാണ്. ഓടിയായിരുന്നു.